ഉണ്ടാവാൻ സാധ്യതയുള്ള അപൂർവത്തിൽ അപൂർവമായി ഉണ്ടാവാൻ സാധ്യതയുള്ള ഈ ഒരു കോംപ്ലിക്കേഷനെ കുറിച്ച് ഒന്ന് മോണിറ്റർ ചെയ്യണം എന്ന് പറഞ്ഞത്. ഇന്ന് കോവിഷീൽഡും മറ്റു വാക്സിനെ പോലെ ഈ പാർശ്വഫലം ഉണ്ടാക്കും എന്നുള്ള കോടതി വിധി വന്നപ്പം വീണ്ടും നാടൊന്ന് പൊട്ടിത്തെറിച്ചിരി നിൽക്കുകയാണ്. വീണ്ടും വല്ലാത്തൊരു ഭീതി നിറഞ്ഞൊരു ആശങ്ക ഉണ്ടായിരിക്കും. ഇപ്പം ഉണ്ടാവുന്ന പല കാര്യങ്ങൾക്കും സ്വന്തം ജീവിതശൈലിയുടെ ഫലമായി നമ്മുടെ നാട്ടിൽ ഒരുപാട് ഹൃദ്രോഗങ്ങളും മറ്റും വർദ്ധിച്ചുകൊണ്ട് അതിനുപോലും ഈ കോവിഡ് വാക്സിനെ തന്നെ പഴി ചേരുന്ന സാഹചര്യം ഒന്നുകൂടി ശക്തമാവുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോവിഡ് വാക്സിൻ കൊണ്ട് ഈ പാർശ്വഫലങ്ങൾ എത്ര ഡ്യൂറേഷനിൽ വരാമെന്നാണ്? 42 ദിവസം വരെ മാക്സിമം, 21 എന്നാണ് കൂടുതലും പറയുന്നത്, മാത്രമേ ഈ ഒരു പാർശ്വഫലം വരാൻ സാധ്യതയുള്ളൂ. അങ്ങനെ കോടതി വിധി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു കോടതിയിലേക്ക് ഒരു കേസ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അന്ന് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള റെസ്പോൺസ് കിട്ടൂല. അതിനൊരുപാട് അങ്ങോട്ട് വാദി വക്കീല് പ്രതി വക്കീല് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച്